എൻ്റെ പേര് മനോജ് ജോസഫ്. എൻ്റെ ഭാര്യ ജോമോൾ. എൻ്റെ വീട് തണ്ണീർമുഖത്ത് നിന്നാണ്. ഞങ്ങളിപ്പോൾ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 2018 ജൂലൈ മാസം ആണ് ഇവിടെ പുതിയ ഉടമ്പടി എടുക്കുന്നത്. 2017 മുതൽ ഇന്ന് ഈ നിമിഷം വരെ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 2023 ഞാനിവിടെ സാക്ഷ്യം പറയാൻ എത്തിയിരുന്നുവെങ്കിലും എനിക്കത് പറയാൻ സാധിച്ചില്ല. ഞാൻ ഈ സിസ്റ്റർ അവിടെ അടുത്തൊരു വന്നിരുന്നു, പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല. തിരികെ പോയി. ഞാൻ 2 ആഴ്ച മുന്നെയാണ് ഇവിടെ എത്തിയത്. അതായത് എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 2017 വരെ ഞങ്ങൾ ആദ്യമേ ഇറ്റലിയിലായിരുന്നു. 2017 നീണ്ട 10 വർഷത്തെ കാലാവധി, 10 വർഷത്തിന് ശേഷം ഇറ്റാലിയൻ സിറ്റിസൺ എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം കിട്ടി 2017. അതിന് കിട്ടിയ ശേഷം 1 വർഷത്തിന് ശേഷം 2018 ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് എനിക്ക് കിട്ടുന്നത്. 2017 ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നു. UK പോകണോ അയർലൻഡിലോട്ട് പോകണോ. എവിടെ പോയാലും IELTS അല്ലെങ്കിൽ OET ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിട്ട് വേണമെങ്കിലേ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ. അതല്ല എങ്കിൽ കെയറായിട്ട് നമുക്ക് ഏതെങ്കിലും UK അല്ലെങ്കിൽ അയർലൻഡിലോ ജോലി ചെയ്യാം. കാര്യം എൻ്റെ 2 കുട്ടികളും ആ സമയങ്ങളിൽ നാട്ടിലാണ് അവർ പഠിച്ചിരുന്നത്. കാര്യം കുട്ടികളുമായി ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ 2017 മാതാവിനോട് പ്രാർത്ഥിച്ചു, എവിടെ പോകണം, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ അയർലൻഡിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. സങ്കടത്തോടുകൂടി തന്നെ പോയ കാര്യം, ഞങ്ങൾ ഇറ്റലിയിലെ സാഹചര്യങ്ങളും അയർലൻഡിലെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അയർലൻഡിൽ ഭയങ്കര ജീവിത ചിലവാണ്. അവിടെ 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നേഴ്സായിട്ടെങ്കിലും ജോലി ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരാൾ കെയർ ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ വാടക കൂടുതലും അതുപോലെ ജീവിത ചിലവുകളും കൂടുതലും ആയിട്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അത് തുലനം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ 2017 എന്തും വരട്ടെ മാതാവിൽ ആശ്രയിച്ച് 2017 എൻ്റെ ഭാര്യയെ അയർലൻഡിലോട്ട് വിട്ടു. അവരുടെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ ലോയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളോട് പോയി. 2017 അവളോട് ജോലിക്ക് കയറി 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മാതാവ് ഒരു മിറാക്കിൾ ഞങ്ങൾക്കായി, അതായത് ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമം അവിടെ മാതാവ് അവിടെ കൊണ്ടുവന്നു. അതായത് വെറും ഒരു 3 മാസത്തേക്ക് ഒരു നിയമം. യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് 5 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്താൽ, നേഴ്സായിട്ട് ജോലി ചെയ്താൽ മതി. ആ ജോലി ചെയ്തിട്ട് അവിടെ OETയോ IELTS കൂടാണ്ട് നമുക്ക് അയർലൻഡിലെ നേഴ്സായിട്ട് നേരിട്ട് പിൻ നമ്പർ കിട്ടും എന്നൊരു നിയമം അവിടെ ഈ 2017 ശേഷം അവിടെ പ്രാബല്യത്തിൽ വന്നു. ഞങ്ങൾ 2017 എൻ്റെ ഭാര്യ അവിടെ ജോലിക്ക് അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ NMBA എന്നുള്ള നഴ്സിംഗ് ബോർഡിൽ ഞാൻ പോയി നേരിട്ട് അന്വേഷിച്ചതായിരുന്നു. അപ്പോൾ അവർ നിങ്ങളുടെ ഓവർസീസാണ്, കാരണം നേഴ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OET വേണം, നിങ്ങൾക്ക് സിറ്റിസൺ ഉണ്ടായാൽ കൂടി നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് 2 പേർക്കും OET IELTS ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം ഞങ്ങൾ അങ്ങനെയാണ്, അതിനുശേഷമാണ് ഒരു നിയമം ഇങ്ങനെ അവിടെ പ്രാബല്യത്തിൽ വന്നത്. ജൂലൈ മാസമായിരുന്നു ആ നിയമം പ്രാബല്യത്തിൽ വന്നത്. അങ്ങനെ ഭാര്യ അവിടുത്തെ നഴ്സിംഗ് ബോർഡിൽ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അവർ പറഞ്ഞു, ആദ്യമേ അതിനുവേണ്ടി ചെന്നതാണ്. ആ ദിവസം അവിടെ ചെന്നപ്പോൾ അവർക്ക് എന്താ അസൗകര്യം വന്ന നഴ്സിംഗ് ബോർഡ് വരെ ചെന്നില്ല, അതിന് തിരികെ പോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ മുതലാണ് നിയമം അവിടെ ഞങ്ങൾക്ക് ആ നിയമം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്, അങ്ങനെ ഒരു നിയമമുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് സ്പൗസിനും കൂടെ അത് ചെയ്യാമെന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദൈവമേ, മാതാവ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലമാണുള്ളതായിരുന്നു, നീ ഒരു കാര്യം ചെയ്യുക, എനിക്കും വേണ്ടി അപ്ലൈ ചെയ്തത്. കാര്യം എനിക്ക് ഓൾറെഡി സിറ്റിസൺ ആയിട്ടില്ല. അവർ പറയുന്നത് സിറ്റിസൺ വേണം, സിറ്റിസൺ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിക്ക് സിറ്റിസൺ കിട്ടണമെങ്കിൽ 1 വർഷം കൂടെ നിൽക്കണം. ഓക്കെ, ഞങ്ങൾ അപ്ലൈ ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കാലാവധി 6 മാസമാണ്. എല്ലാവർക്കും അറിയാം, 6 മാസത്തിനകം നമ്മളുടെ അതിന് വേണ്ടിയുള്ള നമ്മുടെ ഇവിടെ നാട്ടിലെ കോളേജിലെ രജിസ്ട്രേഷനും എല്ലാം കൂടെ കൊടുത്ത് 6 മാസത്തിനകം അവിടെ നഴ്സിംഗ് ബോർഡിൽ അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. ആദ്യം തന്നെ എൻ്റെ പേപ്പറാണ് ആദ്യം തന്നെ അവരെ പറഞ്ഞ 6 മാസം 3 മാസം കൊണ്ട് തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ പോകുമ്പോൾ അതെല്ലാം റെഡിയായി ഞാൻ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അതുവരെ എനിക്ക് സിറ്റിസൺ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് 9 വർഷവും
6 മാസം വേണമല്ലോ എനിക്ക് സിറ്റിസൺ കിടക്കൽ, വീണ്ടും ഒരു 6 മാസം എടുക്കണം. 10 വർഷം കഴിഞ്ഞു എങ്കിൽ 10 വർഷം കഴിഞ്ഞെങ്കിൽ വീണ്ടും ഒരു മാസം 1-2 മാസം കഴിഞ്ഞെങ്കിൽ എനിക്ക് സിറ്റിസൺ ഇവിടെ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ പേപ്പർ വർക്കുകൾ ആദ്യം റെഡിയായി, ഞാൻ അത് അവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അവരെനിക്ക് ഇമെയിൽ ചെയ്തു, റിജക്റ്റ് ചെയ്തു. കാര്യം അവർ പറയുന്ന പോലെ നിനക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. കാരണം എനിക്ക് അവർ പറയുന്ന അതിൻ്റെ പേപ്പറിൻ്റെ കാലാവധി 6 മാസം സബ്മിറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസമാണ്. അതിനുപ്പുറം നമ്മളവിടെ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നേഴ്സായിട്ട് നമുക്ക് എന്തെങ്കിലുമായിട്ട് അവിടെ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 6 മാസത്തിനകം ഞാനിവിടെ അതിന് മുമ്പ്, അതായത് അവർ പറയുന്ന ഓഗസ്റ്റ് മാസം ആണ് ലാസ്റ്റ് അവർ പറയുന്ന ഡേറ്റ്. അപ്പോൾ ഞാൻ ജൂലൈ മാസം ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി മാതാവിനെ പറഞ്ഞു, മാതാവേ ജൂലൈ മാസം മുതൽ ഇറ്റലിയിൽ ചൂട് തുടങ്ങുക, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, പിന്നെ അവിടെ അവധിയാണ്. അപ്പോൾ ഓഗസ്റ്റിൽ മുമ്പ് എനിക്ക് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയാവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഇനി വീണ്ടും അവിടുത്തെ ഇറ്റലിയിൽ അയർലൻഡ് നഴ്സിംഗ് ബോർഡിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുമായിട്ട് എനിക്ക് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ സ്ഥിതിക്ക് എനിക്ക് പാസ്പോർട്ടോട് എന്തെങ്കിലും ഒന്നുകൂടെ അവരോട് ചോദിക്കാം. എനിക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് റിജക്റ്റ് ആയത്? അതുകൊണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ജൂലൈ വന്നു. ജൂലൈ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാനവിടെ ചെല്ലുമ്പോൾ വീട്ടിലിറങ്ങുമ്പോൾ അവിടെ അവിടെ എൻ്റെ പോസ്റ്റ് ബോക്സിൽ, അതായത് അവിടുത്തെ എമിഗ്രേഷനിലെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഇങ്ങനെ പുറത്തോട്ട് നീണ്ടു നിൽക്കണം. അതാണ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. കാരണം എങ്കിലേ എൻ്റെ കണക്കുകൂട്ടലുകളിൽ ഒരു ഓഗസ്റ്റ് മാസം മുമ്പ് എനിക്ക് കൈ കിട്ടുള്ളൂ. അപ്പം അതെൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനത് അവിടെ ചെന്നു, ഞാൻ ഇറ്റലി ചെന്നിട്ട് ഞാൻ പോസ്റ്റ് ബോക്സിൽ നോക്കുമ്പോൾ ഒരു ലെറ്റർ പുറത്തോട്ട് നീണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ മാതാവ് ചിലപ്പോൾ അതായിരിക്കണേ, ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്, ഒരു ലെറ്റർ വന്നിരിക്കുക, നീ പോയി എമിഗ്രേഷൻ ചെന്ന് പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും റെഡി ആയിട്ടുണ്ട്, പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അവർ സ്വീകരിക്കാൻ വേണ്ടി. ഞാൻ അതുമായിട്ട് നേരെ അവിടെ ചെന്നു. എനിക്ക് പാസ്പോർട്ട് ഓഗസ്റ്റിന് മുമ്പ് തന്നെ എനിക്ക് ഒരു പാസ്പോർട്ട് കിട്ടി. ഞാൻ നേരെ, അതായത് ഇവർ പറഞ്ഞ അയർലൻഡിലെ നേഴ്സിംഗ് ബോർഡ് അവർ പറഞ്ഞ പ്രകാരമുള്ള ആ 6 മാസക്കാലം തീരുന്ന ഓഗസ്റ്റ് മാസം മുമ്പ് ഞാൻ അയർലൻഡിൽ ചെന്ന് എംബസി അവിടുത്തെ നേഴ്സിംഗ് ബോർഡിൽ എൻ്റെ പാസ്പോർട്ട് കൊടുത്ത് പറഞ്ഞ്, ഇല്ല, നിന്നെ റിജക്റ്റ് ചെയ്തേക്ക് തന്നെയാണ്. കാര്യം നീ അപ്ലൈ ചെയ്ത സമയത്ത് നിനക്ക് സിറ്റിസൺഷിപ്പ് ഇല്ലായിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമാതാവ് ഇത് വലിയ പ്രശ്നമാണല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ അപ്പോൾ ഞാൻ പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ, ഞാൻ ഏത് പാസ്പോർട്ട്, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആയിരുന്നെങ്കിലും എൻ്റെ അയർലൻഡ് പാസ്പോർട്ട് ആണെങ്കിലും ഞാൻ അതിൻ്റെ മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ റിസപ്ഷനിൽ അവിടുത്തെ പാസ്പോർട്ട് കാണിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു മാതാവിൻ്റെ ഒരു പടം താഴോട്ട് പോയി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ ഭയങ്കര വിശ്വാസിയാണെന്ന് തോന്നുന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ലെറ്റർ എഴുതി അതിനകത്ത് ഹന്നാമ്പളം തെളിച്ച് നീ ഒരു ലെറ്റർ എഴുതി, നല്ലൊരു ലെറ്റർ എഴുതിയിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ, എന്നിട്ട് ഞാൻ ഇവർക്ക് അയക്കാം, നിങ്ങളുടെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഒരു നോട്ടറിയെ കൊണ്ട് കറക്റ്റായിട്ട് എഴുതിപ്പിച്ച്, ഞാൻ ഇവിടെ എൻ്റെ വൈഫ് ഇവിടെ അയർലൻഡിൽ ജോലി ചെയ്തിരിക്കുകയാണ്, എനിക്ക് ഇപ്പോഴാണ് പാസ്പോർട്ട് കിട്ടിയത്, ഡീറ്റെയിലായിട്ട് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തു. ഓക്കെ, ഞാൻ വലിയ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നേരെ എൻ്റെ ജോലി സ്ഥലമായ ഇറ്റലിയിലേക്ക് തിരിച്ചുപോയി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു, ഡയറക്റ്റ് പിൻ നമ്പരാണ്. അതായത് അറിയാം, OET IELTS കഴിഞ്ഞിട്ട് അയർലൻഡിൽ ആര് ചെന്നാലും അവിടെ നമുക്ക് ഒന്നിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണം. അതൊന്നും കൂടാണ്ട് എനിക്ക് ഒരു പിൻ നമ്പറിന് പൈസ അടച്ചോളാൻ പറഞ്ഞ് അവരെനിക്ക് തന്നു. അത് പ്രകാരം എൻ്റെ വൈഫ് പിന്നെ കുറച്ച് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് പാസ്പോർട്ട് കിട്ടി. പാസ്പോർട്ടില്ല, അവൾക്ക് പിൻ നമ്പർ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങളിപ്പോൾ അയർലൻഡ് മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അയർലൻഡിൽ ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനും ഇപ്പോൾ അവിടെ നേഴ്സിംഗ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിന് ശേഷം വന്നതിന് ശേഷം 2019 ഞാൻ വീണ്ടും പുതുക്കി. ഈ കഴിഞ്ഞ മാർച്ച് മാസം എനിക്ക് അവിടെ ഒരു ചെറിയൊരു വിഷയം വന്നു, അതായത് ജോലി സംബന്ധമായ ഒരു വിഷയം വന്നു. അതായത് അവിടെ ഒരു മെഡിസിൻ, ഞങ്ങൾക്ക് മെഡിസിൻ ചാർട്ട് ചെയ്ത് ഞാൻ അറിയാണ്ട് ഒരു മെഡിസിൻ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതൊരു ചെറിയ വിഷയം വന്നപ്പോൾ ഞാൻ അന്ന് ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു വിഷയം ആ ഒരു ദിവസം മാത്രം അവരെന്നോട് ചോദിച്ചാൽ പിന്നെ വിഷയം മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ അത് കോർട്ട് കേസ് വരെ ആകുമെന്നെങ്കിൽ ഒരു പ്രശ്നം പ്രോളത്ത് വന്നപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെടാം. അന്ന് ലൈറ്റ് ക്യാൻഡിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു.
മാതാവ് ഒരു പ്രോബ്ലം മുന്നോട്ടുണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചത്. ഒരു വിഷയവും അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാവിൻ്റെ അനുഗ്രഹത്താലെ ഒരു കുഴപ്പവും കൂടാണ്ട് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതായിട്ട് പത്രമെല്ലാം കൊടുക്കുമായിരുന്നു. അവിടുത്തെ ഐറിഷ് ആൾക്കാർക്കും പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ എനിക്ക് ജോലി മാതാവ് തന്നത് പ്രകാരം ഞാൻ കുറേ പേർക്ക് ഞാൻ അവിടെ തന്നെ കെയറായിട്ടും അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞാൻ ജോലി പലപ്പോഴായിട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായത്. ഞാൻ എല്ലാ മാസവും തന്നെ ഞങ്ങളിവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി പൈസ അയച്ചു കൊടുക്കും. ചാരിറ്റി പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ ആത്മീയ വളർച്ചയിൽ ഞാൻ എല്ലാ ദിവസവും 7 പ്രാവശ്യം കൊന്തയിലും. അതായത് അത് ഞാൻ തന്നെ എടുത്ത തീരുമാനം കേട്ടോ. അത് മൺഡേ ടു സൺഡേ. അത് സന്തോഷവും അതിൻ്റെ ദുഃഖത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഫുള്ളായിട്ട് അത് മൺഡേ ടു സൺഡേയിൽ 7 പ്രാവശ്യം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് കൊന്തയില്ലെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 20, 27 തിരുവചനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നുണ്ട്. മനോജ് ജോസഫിൻ്റെ കുടുംബത്തിനും തങ്ങളുടെ വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്ന ഒരു വലിയ ഘട്ടം, ഒരു സമയം അവരിലൂടെ കടന്നുപോയി. അവർക്ക് ഇറ്റലിയിൽ നിന്ന് അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ആ സമയത്ത് പരിശുദ്ധ അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തിലായിരുന്നപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. എപ്പോഴെല്ലാം തനിക്ക് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴെല്ലാം അമ്മ ഗൈഡ് ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്ക് അമ്മ മാതാവിനോട് നന്ദി പറയാം. നാം ഏതവസ്ഥയിലായിരുന്നാലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തിൻ്റെ നിയമം മാറ്റിയ ഒരു വലിയ സാക്ഷ്യമാണിത്. ഒട്ടേറെ സാക്ഷ്യങ്ങളാണ് നാം ഒരു വ്യക്തിക്ക് വേണ്ടി, ഉടമ്പടിയിലായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾക്ക് ഒരു മലകൾ മാറ്റുന്ന, നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് സമുദ്രത്തിൽ, കടലിൽ ചെന്ന് ചാടാൻ പറഞ്ഞാൽ അതനുസരിക്കുമെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. വിശ്വാസത്താൽ നമുക്ക് മലകളെ മാറ്റാൻ പറ്റിയ ഒരു വലിയ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമുക്ക് ഉടമ്പടിയിലുണ്ടാകുന്നത്. മനോജിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇവർ എത്രയും വലിയ യൂറോപ്പിൽ നിന്ന് ഒരു വലിയ നിയമമാണ് പരിശുദ്ധ അമ്മ അവിടെ മാറ്റിയത്. യൂറോപ്പിൽ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയോടുകൂടി UK ജോലി ചെയ്യാമെന്നുള്ളൊരു നിയമം പരിശുദ്ധ 6 മാസത്തേക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് നാം ഇപ്പോൾ കേട്ടത്. നമുക്ക് അമ്മ മാതാവിന് നന്ദി പറയാം. നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന അമ്മ, നമുക്കെപ്പോഴും തൊട്ടെടുക്കാൻ സാധിക്കുന്ന അമ്മ. ഇവിടെ ഈശോ പറയുകയാണ് തോമസിനോട്, നിൻ്റെ വിരലുകൾ കൊണ്ടുവരിക, നീ ഞാനാണെന്ന് തൊട്ടറിയുക, നിൻ്റെ കൂടെ ഞാനുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ നീ സ്വീകരിക്കുന്നത് എന്നെ തന്നെയാണ്, എൻ്റെ രക്തമാണ്, നിൻ്റെ സിരകളിലൂടെ ഒഴുകുന്നതെല്ലാം ഈശോ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ 100 മേനി വിളവ് കൊയ്തെടുക്കുമ്പോഴാണെന്ന് ജോസഫച്ചൻ നമ്മോട് പറയുന്നുണ്ട്. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലെല്ലാം നാം സ്നേഹത്തിൻ്റെ വഴികൾ തിരിച്ചുവിടുമ്പോൾ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ ഈശോയെ തൊട്ട് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഓരോ സാക്ഷ്യം നമ്മോട് പറയുന്നത്. ഈ സഹോദരൻ എപ്പോഴും കാരുണ്യ പ്രവൃത്തികളായി ചെയ്യുന്നത് ഇവർ അനുഭവിക്കുന്ന ആ ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിൻ്റെയും ഒരു വലിയ ശതമാനം ഈശോയ്ക്ക് ഇന്ന് അവർ ഒരു സിവിൽ കോഡ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈശോ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴെല്ലാം വലിയൊരു ആസ്തി ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികളെ ഇവിടെ നിന്ന്, ജോലിയില്ലാത്തവരെ അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനും ജോലി നൽകാനുമായി ഇവർ ചെയ്യുന്ന ഒരു വലിയ കാരുണ്യ പ്രവൃത്തി അദ്ദേഹം നമ്മോട് ഷെയർ ചെയ്യുകയുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കൊച്ചു പ്രവൃത്തികളും നീ എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് ഈശോ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ, നിത്യതയിൽ എത്തിച്ചേരുമ്പോൾ നമ്മെക്കുറിച്ച് പറയാൻ അവിടെ നിന്ന് ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഇവർക്ക് മിസ്റ്റർ മനോജിനുണ്ടായ ഒരു ചെറിയ തെറ്റ് മറ്റു കൺട്രികളിലെല്ലാം ഒരു വലിയ അപകട മേഖലയിലേക്ക് എത്തിക്കാമായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ അവരെ കാത്തുപരിപാലിച്ച ഒരു വലിയ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് എബ്രോഡിലായിരിക്കുന്ന മാതാപിതാക്കളെല്ലാം എപ്പോഴും
പറയാറുണ്ട്, എൻ്റെ മകൻ ഒരു പക്ഷേ വിശ്വാസത്തിലേക്ക് വരുന്നില്ല, അവരവരുടെ ജീവിത രീതികളിലായി ഇടപെട്ട് പോയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് സങ്കടം പറയുന്നുണ്ട്. പക്ഷേ ഈ പേരൻസ് ഇന്ന് മക്കളെ ആ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ മൂത്ത മകൻ ഇന്ന് ഉടമ്പടി എടുത്തൊരു വലിയ ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് വളരെ കണ്ണു നിറയുന്ന ഒരു അനുഭവം. മക്കൾക്ക് ആ വിശ്വാസം കൈമാറാനായി എബ്രോഡിലായിരിക്കുന്ന പേരൻസിന് സാധിച്ചു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ വീണ്ടും ഈശോയിലേക്ക് കടന്നു വരട്ടെ. യൂത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് എപ്പോഴും ഇന്ന് വളരെയധികം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അച്ഛൻ ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഉടമ്പടി ജീവിതം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് സ്നേഹമായിരിക്കട്ടെ, വിശ്വാസമായിരിക്കട്ടെ. എപ്പോഴും 150 സ്കോർ ലഭിക്കാൻ നമുക്ക് നമ്മുടെ ഹാർവെസ്റ്റ് കൊയ്തെടുക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.